നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയയിൽ എല്ലാ അധികാരവും പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കിം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനായി 2 തന്ത്രപ്രധാന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം ഇപ്പോൾ വിജയകരമായി നടത്തിയിരിക്കുകയാണ് കിം. കൊറിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തോടനുബന്ധിച്ച കടലിലാണ് ഈ പരീക്ഷണം. ഡിസംബർ 28-ാം തീയതി പുലർച്ചെ പ്രത്യേക സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുകയായിരുന്നു ഇത്. പരീക്ഷണം ആസൂത്രണം ചെയ്തത് വളരെ രഹസ്യപരമായ ഒരുക്കങ്ങളോടെയായിരുന്നു. പക്ഷേ ആ രഹസ്യം പുറത്തായിരിക്കുകയാണ്. മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾ മുതൽ റഡാർ പിന്തുടർച്ചാ പ്രവർത്തനങ്ങൾ വരെയുള്ള എല്ലാ ഘടകങ്ങളും ഉത്തര കൊറിയൻ സൈനിക നേതൃത്വത്തിന്റെ കർശന മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു. പരീക്ഷണം നടക്കുന്ന സമയത്ത് തന്നെ ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. കമാൻഡ് പോസ്റ്റുകളിൽ നിന്ന് സൈന്യത്തിന്റെ ലൈവ് ഓപ്പറേഷൻസ് നിരീക്ഷിച്ച കിം മിസൈൽ വിക്ഷേപണത്തിന് മുമ്പ് മുതിർന്ന സൈനിക തലവന്മാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ചുരുങ്ങിയ അറിയിപ്പിൽ തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന സന്നദ്ധ സേനാ വിന്യാസത്തിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാധീനവും സുരക്ഷയും സംരക്ഷിക്കാൻ പ്രതിരോധ ശേഷിയുടെ സ്ഥിരമായ പരിഷ്കരണവും വികസനവും അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം മിസൈൽ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും കൂടുതൽ ആയുധ ഫാക്ടറികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കാനും ഉന്നത ഉദ്യോഗസ്ഥർക്ക് കിം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തര കൊറിയയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുക എന്നതിലുപരിയായി അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. അങ്ങനെയെങ്കിൽ ആഗോളതലത്തിൽ ഉത്തര കൊറിയയുടെ സൈനിക കരുത്ത് വിളിച്ചോതാൻ തക്കമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കിം ലക്ഷ്യമിടുന്നത്. മിസൈൽ പരീക്ഷണത്തിന്റെ മൊത്തം ലക്ഷ്യം വെറുമൊരു സാങ്കേതിക പരിശോധന അല്ലായിരുന്നു. മറിച്ച് ഭാവിയിൽ ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കാനും മറുപടി ആക്രമണം നടത്താനും കഴിയുന്ന ശക്തമായ സ്ട്രാറ്റജിക് ഡിറ്റൻസ് നില കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സ്വയം വിലയിരുത്തലിന് വേണ്ടിയാണ് ഈ അഭ്യാസത്തിലൂടെ ഉത്തര കൊറിയ ഉദ്ദേശിക്കുന്നത്. ലോകവേദിയിൽ പലപ്പോഴും പ്യോങ്യാങ്ങിനെ വിമർശിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവയ്ക്ക് ഉത്തര കൊറിയ തങ്ങൾ ഇനിയും പിൻവാങ്ങുന്നില്ല എന്നും ഭീഷണികളെ എതിർക്കാനുള്ള സൈനിക ശേഷി ഞങ്ങളുടെ കൈവശമുണ്ടെന്നും തെളിയിക്കാൻ ഈ പരീക്ഷണങ്ങൾ ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇവർക്ക് നൽകിയത്. രാജ്യത്തിന്റെ ഈ നീക്കങ്ങൾ സാധാരണ പരീക്ഷണങ്ങളല്ലെന്ന നിലപാടിലാണ് വിശകലന വിദഗ്ധർ. ആക്രമണശേഷി വർദ്ധിപ്പിക്കുകയും അമേരിക്കയും ദക്ഷിണ കൊറിയയും മുന്നറിയിപ്പായി നിലകൊള്ളുകയും ചെയ്യുക മാത്രമല്ല, റഷ്യയിലേക്ക് ആയുധ കയറ്റുമതിക്ക് മുൻപുള്ള പരിശോധനകളും ഉത്തര കൊറിയ നടത്തുന്നുണ്ട് എന്ന അഭിപ്രായമാണ് സുരക്ഷാ നിരീക്ഷകരുടേത്. യുദ്ധോപകരണ ഫാക്ടറികളിൽ നടത്തിയ സന്ദർശനത്തിനിടെ വരാനിരിക്കുന്ന വർഷം തിരക്കേറിയതും നിർണായകവുമാകുമെന്നും മിസൈലുകളും ആർട്ടിലറി ഷെല്ലുകളും വലിയ തോതിൽ നിർമ്മിക്കാൻ വ്യവസായ ശേഷി ഉയർത്തേണ്ടതുണ്ടെന്നും കിം വ്യക്തമാക്കി. മിസൈലുകൾ 2 മണിക്കൂറിലേറെ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ കൃത്യതയായി പതിച്ചു എന്നാണ് റിപ്പോർട്ട്. വിക്ഷേപണവും ലക്ഷ്യസംഹാര നിമിഷങ്ങളും ഉൾപ്പെടുന്ന ഫോട്ടോകൾ സംസ്ഥാന മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ദക്ഷിണ കൊറിയൻ സൈനിക സ്രോതസ്സുകളുടെ വിവരമനുസരിച്ച് നോർത്ത് കൊറിയയ്ക്ക് അടുത്തുള്ള സുനാൻ പ്രദേശത്തു നിന്നാണ് രാവിലെ 8 മണിക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ആണവസേനാ കൂട്ടങ്ങൾ സുസ്ഥിരമായി ശക്തിപ്പെടുത്താൻ ഉത്തര കൊറിയയുടെ നീക്കമാണ് ഇത്. ഉത്തര കൊറിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മിസൈൽ പരീക്ഷണത്തിൽ വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. 2019-ൽ കിം ട്രംപ് ആണവ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നോർത്ത് കൊറിയയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ആണവശക്തി എന്ന നിലയിൽ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ആണവ അന്തർവാഹിനികൾ മുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ വിവിധ ശേഷിവർദ്ധന പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ച ഉത്തര കൊറിയ പുതുതായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയും പ്രദർശിപ്പിച്ചു. 8700 ടൺ ഭാരമുള്ള വിശാല വെന്നൽ കപ്പലിനരികിൽ കിം സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പുറത്തുവന്നു. ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ സമുദ്ര പ്രതിരോധത്തിൽ വൻ പങ്കുവഹിക്കുമെന്ന് ഉത്തര കൊറിയ വിശ്വസിക്കുന്നു. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കുതിച്ചുയർന്നിട്ടുണ്ട്. പീരങ്കി ഷെല്ലുകൾ, ടാക്ടിക്കൽ മിസൈലുകൾ, ദീർഘദൂര റോക്കറ്റ് സിസ്റ്റങ്ങൾ എന്നിവ റഷ്യയ്ക്ക് വേണ്ടി ഉത്തര കൊറിയയിലൂടെ ലഭിച്ചുവെന്നും അതിന് മറുപടിയായി മോസ്കോ സാമ്പത്തിക സഹായം, ഊർജ്ജ വിതരണം, സൈനിക സാങ്കേതിക വിദ്യകൾ, തീർന്നുപോകുന്ന ഭക്ഷ്യവിതരണത്തിനുള്ള പിന്തുണ എന്നിവ വാഗ്ദാനം ചെയ്തതായിട്ടും വിദഗ്ധരെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക ഇതിനോടകം തന്നെ ഈ സഹകരണം അന്താരാഷ്ട്ര സുരക്ഷയ്ക്കുള്ള ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ ഉത്തര കൊറിയയെ ഉപഗ്രഹ സാങ്കേതിക വിദ്യകളിലൂടെ സഹായിക്കുന്നുവെന്ന് അമേരിക്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ, ഉപരോധങ്ങൾ, ആണവ നിരായുധീകരണ ചർച്ചകളിലെ തകരാർ എന്നിവയാണ്
ഉത്തര കൊറിയയെ സൈനിക വികസനത്തിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുക എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. റഷ്യയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതോടെ ഉത്തര കൊറിയയുടെ ആത്മവിശ്വാസം ഉയർന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആണവ ശാസ്ത്ര സജ്ജത വർദ്ധിപ്പിക്കൽ വഴി ദേശീയ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഉത്തര കൊറിയയുടെ നിലപാട്. വിദേശ സമ്മർദ്ദങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധശേഷി നിർണായകമാണെന്നും അവർ ആവർത്തിച്ചു പറയുന്നു. ഉത്തര കൊറിയയുടെ വർദ്ധിച്ചുവരുന്ന മിസൈൽ പരീക്ഷണങ്ങളും ആണവ അന്തർവാഹിനികളുടെ പ്രദർശനവും കേവലം ഒരു ശക്തി പ്രകടനമായി തള്ളിക്കളയാനാവില്ല. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഗോള ഉപരോധങ്ങളെയും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളുടെയും അതിജീവിച്ച് തങ്ങളൊരു പൂർണ്ണ സന്നദ്ധ പ്രതിരോധ രാഷ്ട്രമായി മാറിയെന്ന് ഉത്തര കൊറിയ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ. സാമ്പ്രദായിക അതിർത്തി സംരക്ഷണത്തിനപ്പുറം അമേരിക്കൻ വൻകരയെപ്പോലും ലക്ഷ്യമിടാൻ ശേഷിയുള്ള ആയുധ ശേഖരം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഒരു വൻ ശക്തിയുമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് തുല്യമായ പരിഗണന ലഭിക്കണമെന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് കിം ജോങ് ഉൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേവലം പ്രതിരോധത്തിനായുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഏത് നീക്കത്തിനും സെക്കൻഡുകൾക്കുള്ളിൽ പ്രഹരമേൽപ്പിക്കുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ്. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഉത്തര കൊറിയ കാണുന്നത്. ഇതിനെതിരെയുള്ള സ്വാഭാവികമായ പ്രതിരോധം എന്ന നിലയിലാണ് അവർ മിസൈൽ വിക്ഷേപണങ്ങളെ അവതരിപ്പിക്കുന്നത്. എങ്കിലും ഈ നീക്കങ്ങൾ മേഖലയിലെ സൈനിക താപനില അപകടകരമായ വിധത്തിൽ ഉയർത്തിയിട്ടുണ്ട്. പസഫിക് മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും റഷ്യയുമായി ഉത്തര കൊറിയ സ്ഥാപിച്ച പുതിയ സൈനിക സഹകരണങ്ങളും പ്യോങ്യാങ്ങിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് ലോകക്രമത്തിൽ പുതിയൊരു സായുധ ധ്രുവീകരണം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. ചുരുക്കത്തിൽ ഉത്തര കൊറിയയുടെ ഈ നീക്കങ്ങൾ ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ സൈനിക പരിവർത്തനത്തിനുള്ള നാന്ദിയാകാനാണ് സാധ്യത. ഉപരോധങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ തങ്ങളെ തളയ്ക്കാനാവില്ലെന്ന് തെളിയിച്ച പ്യോങ്യാങ് ഇനി ഒരു ആണവ ശക്തി എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങൾ തങ്ങളെ അംഗീകരിക്കണം എന്ന നിലപാടിലാണ് ഉള്ളത്. ഈ തന്ത്രപരമായ മാറ്റം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കും. സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പകരം സൈനിക ബലത്തിന് മുൻഗണന നൽകുന്ന ഈ ശൈലി ലോകം എത്രത്തോളം അസ്ഥിരമായ ഒരു സുരക്ഷാ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സാക്ഷ്യപത്രമാണ്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കിം ജോങ് ഉൻ ഉത്തരവിട്ടിരുന്നു. 2026 തുടക്കത്തിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ ഈ പുതിയ പദ്ധതി അദ്ദേഹം അവതരിപ്പിക്കും. വരും വർഷങ്ങളിൽ അത്യാധുനിക മിസൈലുകൾക്കും ആണവ അന്തർവാഹിനികൾക്കുമായിരിക്കും ഉത്തര കൊറിയ മുൻഗണന നൽകുന്നത്. അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ സൈന്യത്തെ പൂർണ്ണമായും സജ്ജമാക്കുകയാണ് കിമ്മിന്റെ ലക്ഷ്യം. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.